ഹലോ ദിസ് ഈസ് പൈത്തോൺ മലയാളം. പൈത്തോൺ മലയാളത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം സെൽഫ് എന്ന് പറയുന്ന കീവേഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വാട്ട് ഈസ് സെൽഫ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ് എന്ന് വിശദീകരിച്ചെടുത്ത് സെൽഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് എല്ലാ ഫംഗ്ഷൻ്റെയും കൂടെ നിങ്ങൾ കാണുകയുണ്ടായി. എന്താണ് സെൽഫ്? നമുക്ക് വീണ്ടും ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ആനിമൽ. ഓക്കെ, ആനിമൽ ക്ലാസ്സിന് പൊതുവായൊരു സ്വഭാവ സവിശേഷത നമുക്ക് തൽക്കാലം അവർക്ക് കാലുകളുണ്ട്. ഡീഫോൾട്ടായിട്ട് ഒരുപാട് ആനിമൽസ് ഉണ്ട്, പലതിനും പല എണ്ണം കാലുകളാണുള്ളത്. ചിലത് 4 ആയിരിക്കാം, ചിലത് 2 ആയിരിക്കാം, ചിലത് 6 ആയിരിക്കാം. ആനിമൽ ക്ലാസ്, ജന്തുജാലങ്ങളുടെ ക്ലാസ് അത്രയും വൈവിധ്യമാർന്നതാണല്ലോ. നമ്മൾ ഡീഫോൾട്ടായിട്ട് ഒരു ആനിമലിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് 0 കാലുകൾ എന്നുള്ള രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവക്കൊരു ഫംഗ്ഷൻ ഉണ്ടാകാം. ജസ്റ്റ് നമുക്കൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യാം. ദ കംസ് അവർ സെൽഫ്. നമ്മൾ പ്രിന്റ് ഓപ്ഷനിൽ ജസ്റ്റ് വാക്കിംഗ് എന്ന് കൊടുക്കുന്നു. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് ഒരു നായക്കുട്ടി ആയിക്കോട്ടെ. പപ്പി ഈസ് ഈക്വൽ ടു ആനിമൽ. പപ്പി ഒരു ആനിമൽ ആണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്തു. പപ്പിക്ക് ലെഗ്സ് 4 എണ്ണമുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? പപ്പി ഡോട്ട് ലെഗ്സ് ഈക്വൽ ടു 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് കൊടുത്തില്ലെങ്കിൽ പപ്പിയുടെ കാലുകളുടെ എണ്ണം 0 ആയിരിക്കും. അത് നിങ്ങൾക്കറിയാം. 0 എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പപ്പി ഡോട്ട് ലെഗ്സ് 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പപ്പിയുടെ കാലുകളുടെ എണ്ണം 4 ആവും. നമുക്ക് റൺ ചെയ്ത് ഓക്കെ, നമ്മൾ പപ്പി ഡോട്ട് ലെഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പിയുടെ കാലുകളുടെ എണ്ണം 4 ആണ്. ഓക്കെ, നമുക്ക് ഒരു മെത്തേഡ് കൂടി ഉണ്ടാക്കാം. കഴിഞ്ഞ വീഡിയോയിലേക്ക് നമ്മളിതിനെ ഫംഗ്ഷൻ എന്നാണ് വിളിച്ചേക്കുന്നത്. നിങ്ങൾക്കറിയാം, DEF എന്ന കീവേഡ് കൊണ്ട് തുടങ്ങുന്ന കോഡ് ഒരു ഫംഗ്ഷൻ ആയിരിക്കും നിങ്ങൾക്കറിയാം. അതേസമയം ഫംഗ്ഷനും മെത്തേഡും ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനെ പറ്റി. റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനും അതുപോലെ തന്നെ നമ്മൾ പപ്പി ഡോട്ട് വാക്ക് അങ്ങനെയാണല്ലോ, വാക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്നത്. ഇത് നമ്മുടെ ക്ലാസ്സിലെ ഒരു ഫംഗ്ഷനാണ്. ഇതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ്? റേഞ്ച് എന്ന ഫംഗ്ഷൻ നമുക്ക് എവിടെയും എപ്പോഴും സ്വതന്ത്രമായിട്ട് വിളിക്കാം, ആരെയും നോക്കേണ്ടതില്ല. അതേസമയം വാക്ക് എന്ന് പറയുന്ന ഈ ഫംഗ്ഷന് നമുക്ക് എപ്പോഴും ഒരു ഒബ്ജക്റ്റിനോട് കൂടെ മാത്രമേ വിളിക്കാൻ കഴിയൂ. ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫംഗ്ഷനാണ്. ഇങ്ങനെ ഒബ്ജക്റ്റിനോട് ചേർത്ത് വിളിക്കുന്ന ഫംഗ്ഷനുകളെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. മെത്തേഡ്സ്. ഓക്കെ, മെത്തേഡ്സ് എന്ന് പറയാം. ഇത് ഫംഗ്ഷന് നമുക്ക് കോൾ ചെയ്യാൻ ആരെയെങ്കിലും വിളിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അങ്ങോട്ട് കോൾ ചെയ്താൽ മതി. അതേസമയം മെത്തേഡുകളെ ഒരു ഒബ്ജക്റ്റുമായിട്ട് ചേർത്തിട്ടാണ് കോൾ ചെയ്യുക. അതാണ് മെത്തേഡുകളും ഫംഗ്ഷനുകളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇതൊരു മെത്തേഡാണ്. ഓക്കെ, നമ്മൾ ഒരു മെത്തേഡ് കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ആ മെത്തേഡ് എന്താണ്? കൗണ്ട് ലെഗ്സ്. ഓക്കെ, കൗണ്ട് ലെഗ്സ്. സ്വാഭാവികമായിട്ടും സെൽഫ് എന്ന് പറയുന്ന കീവേഡ് ഉണ്ടാകാം. പ്രിന്റ് നമ്പർ ഓഫ് ലെഗ്സ് എത്രയാണ്? %d കൊടുക്കാം. കാരണം നമ്മളത് ക്ലോസ് ചെയ്ത് എന്താണ് പെർസെൻറ്റേജ് ലെഗ്സ്. എന്താണ് ഈ ഫംഗ്ഷൻ, ഈ മെത്തേഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ഒബ്ജക്റ്റിനും ഓരോ എണ്ണം കാലുകളാണല്ലോ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് കങ്കാരു എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ ആഡ് ചെയ്യാം. കങ്കാരു ഈസ് ഈക്വൽ ടു ആനിമൽ. കങ്കാരുവിന് നമ്മൾ കാലുകളുടെ എണ്ണം 2 കൊടുത്ത് 2 കാലിൽ ചാടി പോകുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഫിഷിനെ ആഡ് ചെയ്യാം. തൽക്കാലത്തിന് ഒരു ഒബ്ജക്റ്റായിട്ട് നമ്മളതിനെ കൺസിഡർ ചെയ്യാം. ഫിഷിനെ ആഡ് ചെയ്തു. ഫിഷ് ഡോട്ട് ലെഗ്സ് ഈക്വൽ ടു 0. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി 0 ആണുള്ളത്, അതുകൊണ്ട് നമുക്കതിനെ അസൈൻ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഓരോ മൃഗങ്ങൾക്കും ഓരോ എണ്ണമാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ കൗണ്ട് ലെഗ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന് എത്ര കാലുകളുണ്ടെന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൗണ്ട് ലെഗ്സ്. ഓക്കെ, നമുക്കിത് റൺ ചെയ്ത് നോക്കാം. അപ്പം നമുക്കറിയാം, ഓക്കെ, കങ്കാരു ഡോട്ട് ലെഗ്സ് K രണ്ടും ക്യാപിറ്റലാണ്. കങ്കാരുവിൻ്റെ K ക്യാപിറ്റലാണ്. ഓക്കെ,
റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം പപ്പി ഇപ്പോൾ റെഡിയാണ്, കങ്കാരു റെഡിയാണ്, ഫിഷ്, ഈ 3 ഒബ്ജക്റ്റുകളുണ്ട്. നമുക്കറിയാം പപ്പി ഡോട്ട് ലെഗ്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടുക. നമുക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം. പപ്പി ഡോട്ട് ലെഗ്സ് 4 ആണ്. അപ്പോൾ നമുക്കിനി കൗണ്ട് ലെഗ്സ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്തുകൊണ്ട് പപ്പിക്ക് എത്ര ലെഗ്സ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, പപ്പി ഡോട്ട് കൗണ്ട് ലെഗ്സ് എന്ന് പറയുന്ന ആ ക്ലാസ്സിലെ ഒരു ഫങ്ഷനാണ്, മെത്തേഡാണ്. മെത്തേഡ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ ഒബ്ജക്റ്റിന് എത്ര ലെഗ്സ് ഉണ്ടെന്നുള്ളതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, see an error. ഓക്കെ, നെയിം ലെഗ്സ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ലെഗ്സ് എന്ന് പറയുന്ന ഈ സാധനം അത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. നമുക്കറിയാം ലെഗ്സ് എന്ന് പറയുന്നത് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? പപ്പിക്കും നമ്മൾ ലെഗ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഈ ഫംഗ്ഷനിൽ ലെഗ്സ് എന്നുണ്ട്, ഇവിടെയും ലെഗ്സ് ഉണ്ട്, എന്നിട്ടും അത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? പപ്പിയുടെ കാരണം നമ്മൾ സെർച്ച് ചെയ്യാം. നമുക്കിവിടെ പപ്പി എന്ന് കൊടുക്കാം, പപ്പി ഡോട്ട് ലെഗ്സ്. നമുക്ക് വീണ്ടും റൺ ചെയ്യാം. നമുക്ക് വീണ്ടും പപ്പി ഡോട്ട് കൗണ്ട് ലെഗ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നു. ഓക്കെ, നമ്പർ ഓഫ് ലെഗ്സ് ഈസ് ഈക്വൽ ടു 4. ശരിയാണ്. പക്ഷേ പ്രശ്നമുണ്ടല്ലോ, നമുക്ക് കങ്കാരുവിനെ വിളിച്ചു നോക്കാം. കങ്കാരു ഡോട്ട് കൗണ്ട് ലെഗ്സ്. കങ്കാരുവിൻ്റെ കാലും 4 എന്ന് കാണിക്കുന്നു. കങ്കാരുവിന് 2 കാലേ ഉള്ളൂ. ഫിഷിന് നമ്മൾ കാല് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിന് കാലില്ല, 0 ആണ്. ഫിഷിൻ്റെ കൗണ്ട് ലെഗ്സ് മെത്തേഡ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ 0 എന്നാണ് വരുന്നത്, പക്ഷേ അതും 4 എന്ന് വരുന്നത്. കാരണം എന്താണ്? ഈ മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പപ്പിയുടെ കാലാണ്. അപ്പോൾ പപ്പിയുടെ കാല് പപ്പിയെ വെച്ച് മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. കങ്കാരുവിൻ്റെ കൗണ്ട് ലെഗ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഇവിടെ പപ്പിക്ക് പകരം കങ്കാരു എന്നാവണം. ഫിഷിനെ വിളിക്കുമ്പോൾ അവിടെ ഫിഷ് എന്നാവണം. ഇങ്ങനെ എത്ര ഒബ്ജക്റ്റുകളുണ്ടോ ഓരോന്നിനും നമുക്ക് ഈ പേര് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ കഴിയുമോ? ഇല്ല, ക്ലാസ്സിൽ ഒരൊറ്റ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് നമ്മുടെ ആൾ വരുന്നത്, സെൽഫ്. അപ്പോൾ സെൽഫ് എന്താണ്? നമുക്കൊന്നും കൂടി ഇത് റൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പപ്പിയുടെ കാലം എത്ര ഉണ്ടെന്ന് നോക്കാം. കൗണ്ട് ലെഗ്സ്. ഓക്കെ, ഇറ്റ്സ് 4. ഇനി കങ്കാരു. കങ്കാരു സ്മോൾ ലെറ്ററാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക. കങ്കാരു ഡോട്ട് കൗണ്ട് ലെഗ്സ്. There comes 2. Okay, fish dot count legs. Okay, 0. അപ്പോൾ കറക്റ്റ് ആയി. അപ്പോൾ സെൽഫ് എന്താണ്? സെൽഫ് എന്ന് പറയുന്നത് ഏതൊരു ഒബ്ജക്റ്റിനോട് ചേർന്നാണോ, നമ്മളിവിടെ ഫിഷിനായിട്ടാണ് ചേർന്ന് വിളിച്ചത് കൗണ്ട് ലെഗ്സ്, ആ ഒബ്ജക്റ്റാണ് അപ്പോൾ ആ ഫംഗ്ഷനിലെ സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് ഒബ്ജക്റ്റുമായിട്ട് ചേർത്താണോ നമ്മളൊരു ക്ലാസ് മെത്തേഡിനെ കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ് തന്നെയാണ് അതിൻ്റെ സെൽഫ്. അപ്പോൾ നമ്മൾ കങ്കാരുവിനെ കൗണ്ട് ലെങ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഈ കങ്കാരു എന്ത് ചെയ്യും? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലൂടെ കൗണ്ട് ലെങ്സിലേക്ക് പോകും. ഇവിടെ ആളെത്തുമ്പോൾ ആൾ സെൽഫ് ആവും. ആ സെൽഫിൻ്റെ കാലുകൾ നമ്മളിവിടെ വിളിക്കും. നമ്മൾ പപ്പിയെ കൗണ്ട് ലെഗ്സ് വിളിക്കുമ്പോൾ അതിനുള്ളിലൂടെ ആൾ ഇവിടെ എത്തും. ആ പപ്പിയുടെ ലെഗ്സ് നമുക്ക് പ്രിന്റ് ചെയ്യാം. അപ്പോൾ സെൽഫ് എന്താണ്? ഏത് ഒബ്ജക്റ്റിനെയാണോ റെഫർ ചെയ്യുന്നത് അതാണ് സെൽഫ്. അപ്പോൾ സെൽഫ് എന്ന് പറയുന്ന കീവേഡ് എന്തിനാണ് പൈത്തൺ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കണം. അത് ഒബ്ജക്റ്റുകളെയാണ്, അതാത് ഒബ്ജക്റ്റുകളെയാണ് അത് റെഫർ ചെയ്യുന്നത്. സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്വം, ആത്മം, സ്വന്തം, അവനവൻ എന്നൊക്കെയാണല്ലോ അർത്ഥം. അപ്പോൾ എന്താണ്? കങ്കാരുവിൻ്റെ കൗണ്ട് ലെഗ്സ് എന്ന് പറയുമ്പോൾ കങ്കാരുവിൻ്റെ സ്വത്വം, കങ്കാരു ഇറ്റ് സെൽഫ് ഇതിലൂടെ കടന്നു വരും. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോപ്പർട്ടി അത് എടുക്കുകയും ചെയ്യും. സോ അതാണ് സെൽഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് തന്നെ നിങ്ങൾ പല രൂപത്തിലൊന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫിനെ കൂടുതലായിട്ട് അടുത്തറിയാം. സ്വന്തത്തെ കൂടുതലായിട്ട് അടുത്തറിയുന്നവരാണ് ദൈവത്തെ അറിയുന്നവരാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.